സ്നേഹമുള്ള കൂട്ടുകാരെ, എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്നറിയില്ല. ആദ്യമായിട്ട് എനിക്ക് കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ അത് വിട്ടുപോകും. അതുകൊണ്ട് ആദ്യം പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിലെ ഗദ്ദർ കവിത ചൊല്ലുന്നത് കേട്ട ഒരു അനുഭവമാണ്. അതിനുശേഷം മുഗളച്ചെർലയിൽ അദ്ദേഹം വീണ്ടും കവിത ചൊല്ലുന്നത് കേട്ട ഒരു അനുഭവമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ആലോചിക്കാറുള്ളതാണ് കുരിപ്പുഴ ശ്രീകുമാർ സാറിന്. ഇന്ന് കുറച്ചു മുമ്പ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കവിത ചൊല്ലിയപ്പോൾ മലയാളത്തിൻ്റെ ഏറ്റവും ശക്തനായ ഒരു ഗദ്ദർ നമുക്കുണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ തോന്നി. അതിന് അദ്ദേഹത്തിനോട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ നോവൽ ഏറ്റവും കൂടുതൽ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കേരളത്തിന് പുറത്തുള്ള പല സ്ഥലത്തായിട്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇട്ടിക്കോര പ്രസിദ്ധീകരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്തും അതിന് ശേഷവും പുസ്തകമായി വന്നതിന് ശേഷവുമൊക്കെ ഗൾഫിൽ നിന്നും അതുപോലെ പുറത്തുള്ള മറ്റ് പല സ്ഥലങ്ങളിലുള്ള മലയാളികളുടെ പലരും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ ഒരു കൃതി വായിക്കുക, അതിനെക്കുറിച്ച് വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുക, അതും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര സമയത്ത്. ഞാൻ ഒരു റെയിൽവേ ജോലിക്കാരനാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ കൺട്രോളറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്നോട് അരമണിക്കൂറൊക്കെ ചിലർ ഇട്ടിക്കോര വായിച്ച് പാരീസിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ഓരോരുത്തർ സംസാരിക്കുന്നത് കേട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയധികമൊക്കെ ഇതിനെ പറ്റിയിട്ട് പറയുന്നത്, എന്നോട് തന്നെ തിരിച്ച് അതിനെപ്പറ്റി വിശദീകരിക്കുന്ന വളരെയധികം സംഭവങ്ങളുണ്ട്. അതിൽ പലരുമൊക്കെ ഇവിടെ കൂടെ ഇരിക്കുന്നവർ പോലും ഉണ്ടെന്നാവും. സത്യത്തിൽ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിനെ വലിയൊരു വായനയുടെ കൂട്ടായ്മയിലൂടെയാണ് അത് വളർത്തിക്കൊണ്ടുവന്നതും ചർച്ച ചെയ്യപ്പെട്ടതുമൊക്കെ. എനിക്ക് മറ്റെന്തെങ്കിലും ഒരു മേൽവിലാസത്തോടു കൂടി വന്നൊരു നോവലല്ല, ഒരവകാശവാദങ്ങളുമായിട്ട് വന്ന നോവലല്ല. വായനക്കാർ വായിച്ച് ചർച്ച ചെയ്ത് വിജയിപ്പിച്ചെടുത്തൊരു നോവലാണ്. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്. എന്നുവെച്ചാൽ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിലോ അങ്ങനെയൊന്നും തീരെ അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല ഞാൻ ഇട്ടിക്കോര എഴുതുന്നതിന് മുമ്പ് വരെ. തമിഴ്ന്നൊക്കെ അല്പം പരിഭാഷപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ജേർണലിസത്തിൻ്റെ സ്വഭാവത്തിൽ സാഹിത്യത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് വരുന്നത് തന്നെ ഇട്ടിക്കോര എന്നുള്ള നോവലിലാണ്. ഒരു ദീർഘമായ പ്രഭാഷണത്തിനൊന്നും സമയവും സന്ദർഭവും ശരിയല്ലാത്തത് കൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ ഞാൻ എഴുതുന്ന പശ്ചാത്തലം ആഗോളതലത്തിൽ കച്ചവട മുതലാളിത്തം അതിൻ്റെ ഏറ്റവും ക്രൂരവും സ്വാർത്ഥവും ഹിംസാത്മകവുമായ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ആ നോവൽ ഉണ്ടാകുന്നത്. ഫിക്ഷൻ്റെ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് നോവലിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ പലതരം കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് മിത്തുകളായാലും കേട്ടുകേൾവികളായാലും നുണകളായാലും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വായിക്കുന്ന ആളുടെ മനസ്സിൽ ഒരു സംവാദം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റേതായ ചില ശരികൾ വായനക്കാരുടെ മുന്നിലേക്ക് വയ്ക്കുക എന്നതിന് പകരമായിട്ട് ഇന്നത്തെ ഒരു ആഗോള തലത്തിലുള്ള ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പരിച്ഛേദം വായനക്കാരൻ്റെ മുന്നിൽ വയ്ക്കുകയും അവൻ്റെ മനസ്സിലുള്ള ചിന്തകളുടെയും അവൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു സംവാദമുണ്ടാക്കുക.
പല ചർച്ചകളിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഫ്രാൻസിസ് ഇറ്റിക്കോരയിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ നടപ്പാക്കാൻ വേണ്ടിയിട്ടൊരു പ്രചരണമാണോ, ഇതിൽ ചില കഥാപാത്രങ്ങൾ പറയുന്നത് നിങ്ങളുടേതായ അഭിപ്രായങ്ങളാണോ? ഈ അവസരത്തിൽ ഒരൊറ്റ ക്ലാരിഫിക്കേഷൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫ്രാൻസിസ് ഇറ്റിക്കോരയിൽ പറയുന്ന കാര്യങ്ങൾ, അതിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ എല്ലാം തന്നെ കഥയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല തരത്തിൽ പല സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നവയാണ്. ഇതൊന്നും തന്നെ ടി ഡി രാമകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളല്ല. ടി ഡി രാമകൃഷ്ണൻ ലക്ഷ്യമാക്കുന്നത് ഈ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പരിച്ഛേദം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വായനക്കാരൻ്റെ മനസ്സിൽ ഒരു സംവാദം സൃഷ്ടിക്കുകയാണ്. ആ സംവാദം നിങ്ങളുടേതായ സകല തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സംവാദം. അതിലെത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ വായിക്കുന്ന പലർക്കും എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട്. പലരും എന്നോട് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെ ആത്മാർത്ഥമായി തന്നെ സന്തോഷമുണ്ട്. കൂട്ടത്തിൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കണം, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ മുമ്പേ പറയണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു. ജ്യോതികുമാർ എന്നെ വിളിച്ച് ഇങ്ങനെ കൂട്ടത്തിൻ്റെ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് പേര് സിനിമയിലെ പുത്തൻ കൂട്ടുകാർ. ഈ വിഭാഗത്തിൽ നോമിനേഷൻ കിട്ടിയവർ: വിനീത് ശ്രീനിവാസൻ, മലയാളിയുടെ മനസ്സിൽ മലർവാടി തീർത്ത പാട്ടുകാരൻ. പലവട്ടം കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ എഴുതുകയും മധുരമായി പാടുകയും ഒപ്പം മികച്ച അഭിനയം കാഴ്ചവെച്ച് യുവമനസ്സുകളിൽ കൂടുകൂട്ടുകയും ചെയ്ത തിരശീലയിലെ പുതുമുഖ നായകനും സംവിധായകനും. രഞ്ജിത്ത്. സ്കൂൾ ഓഫ് ഡ്രാമ പ്രോഡക്റ്റായ രഞ്ജിത്ത് മലയാള സിനിമയുടെ തിരക്കഥാ ശൈലി തന്നെ മാറ്റിമറിച്ചു. പ്രശസ്തനായ തിരക്കഥാകൃത്ത് എന്നതിനൊപ്പം നടനും സംവിധായകനുമാണ് ഇദ്ദേഹം. പാലേരി മാണിക്യം, തിരക്കഥ തുടങ്ങിയ സിനിമകളിലൂടെ നല്ല സിനിമകളുടെ വക്താവാണ് താനെന്ന് തെളിയിച്ച രഞ്ജിത്ത് പ്രാഞ്ചിയേട്ടനിലൂടെ പുതിയൊരു ട്രെൻഡ് തന്നെ മലയാളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു. ഡോക്ടർ ബിജുകുമാർ ദാമോദരൻ. മലയാള സിനിമാ രംഗത്ത് നിന്ന് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന യുവ സംവിധായകൻ. ആദ്യ ചിത്രമായ സൈറ കാൻ ഉൾപ്പെടെ 21 അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ വേറിട്ട വഴികൾ തേടുന്ന ഡോക്ടർ ബിജുവിന്റെ പുതിയ ചിത്രം വീട്ടിലേക്കുള്ള വഴി തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നെറ്റ്പാക് പുരസ്കാരം നേടുകയുണ്ടായി. ഈ വിഭാഗത്തിൽ നിന്ന് കൂട്ടം സുഹൃത്തുക്കൾ തിരഞ്ഞെടുത്തത് കുമാരി മമത മോഹൻദാസിനെയാണ്. മമത മോഹൻദാസ് മുത്തുമണി കൊഞ്ചൽ പോലെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മമത എന്ന അഭിനേത്രി ഗായിക എന്ന നിലയിലും പ്രശസ്തയാണ്. മലയാളം ഉൾപ്പെടെ 5ഓളം ഭാഷകളിൽ തിളങ്ങി നിൽക്കുന്ന മമത 30ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശാരീരികമായുണ്ടായ അസ്വാസ്ഥ്യത്തെ മനക്കരുത്തുകൊണ്ട് നേരിട്ട ഈ അനിയത്തിക്കുട്ടിയുടെ ജീവിതം പൊരുതാനുറച്ച മനുഷ്യർക്കെല്ലാമുള്ള ഒരു പാഠപുസ്തകമാണ്. നിറഞ്ഞ ചിരിയും ഗൗരവ വായനയുമുള്ള മമതയുടെ അതിജീവനത്തിന്റെ പോരാട്ട വീര്യത്തിനുള്ള ആദരവാണ് കൂട്ടം പുരസ്കാരം.